അസ്സലാമു അലൈക്കും. ഒരു കഥ കേട്ട് പോയാലോ? ഞാൻ പറയുന്ന പോലത്തെ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിട്ടോ. നിങ്ങൾ മാസങ്ങളോളം സഞ്ചരിച്ചെത്തേണ്ട ഒരു സ്ഥലത്ത് ഒറ്റ രാത്രി കൊണ്ട് പോയി തിരിച്ചു വന്ന് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ചങ്കുകളായിട്ടുള്ള ആ സുഹൃത്തുക്കളുണ്ടല്ലോ, നിങ്ങൾ വിളിക്കുന്ന ചങ്കുകൾ, അവർ വിശ്വസിക്കുമോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു നമ്മളെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലോട്ട് നടത്തിയ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയും. അവിടെ നിന്ന് വാനലോകത്തോട്ട് യാത്ര ചെയ്തു, അതിനാണ് മിഅ്റാജ് എന്ന് പറയും. ഇത് രണ്ടും കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രാത്രി കൊണ്ട് മക്കയിൽ തിരിച്ചെത്താണ്. ഇതറിഞ്ഞ ഖുറൈശികൾ നെക്സ്റ്റ് ലെവൽ പുച്ഛിക്കലും നെക്സ്റ്റ് ലെവൽ പരിഹാസവും. അങ്ങനെ ഖുറൈശികളെല്ലാവരും കൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോവാണ്. എന്നിട്ട് മുഹമ്മദ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, എന്താണ് നിൻ്റെ അഭിപ്രായം എന്നുള്ള രീതിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി ഉണ്ട് കേട്ടോ, ഒട്ടും ആലോചിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, ഞാനത് വിശ്വസിക്കുന്നു എന്ന്. ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ട പേരാണ് അസ്-സിദ്ദീഖ് എന്ന്. അതിനുശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന പേരിലാണ്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ദ ട്രൂത്ത്ഫുൾ, ദ സിൻസിയർ എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് അതേപോലത്തെ സുഹൃത്തുക്കൾ? ഉപകാരപ്പെടുന്ന അറിവിൽ ഉൾപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജസാക്കല്ലാഹ് ഖൈറൻ.